பொங்கலுக்கு இன்னும் 14 நாள் தான் இருக்கு. அது வரைக்கும் நான் இங்க தங்கித்தான் ஆகணும். எனக்கு வேற வழி இல்லை. കീഴ് അവൻ്റെ പൂവും ഡെക്കറേഷനും ഇത്രയും കാലമായിട്ട് കോമാളി കളി കളിക്കണേനോ ഇനി പറ. അളിയാ, ചിന്തകൾക്ക് തീ പിടിപ്പിക്കാതെ 2 എണ്ണം അടിച്ച് ആ തീ അങ്ങോട്ട് കെടുത്ത് കളഞ്ഞേക്ക്. ഗുഡ് നൈറ്റ്. അളിയാ, ആ ബ്രോക്കർ കുമാരനാടുന്ന് എന്തെല്ലോ ചിലക്കുന്നുണ്ട്. ഓൻ്റെ സ്ഥിരം വേട്ടമുറുകായിരുന്നല്ലോ നമ്മളെ ബ്രിഗേഷ്. ഇല്ലടാ ബ്രിഗേഷ് വേട്ടമുറുകല്ലേനോ? ഉറക്കൂല. ചെക്കൻ തമിഴ് പാട്ട് മാറ്റിയിട്ട് ഇപ്പൊ ഹിന്ദി പാട്ടാക്കിക്കാന്നല്ല. അതാക്കല ഇപ്പോഴത്തെ ട്രെൻഡ്. എന്താ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? അല്ല, നിങ്ങൾ ഗുളിക കുടിച്ചിനേനാ? മന്ദ, ആ പാവത്തിന് 2 ആൾക്ക് കൊടുക്കടാ, തൊണ്ട നനച്ചോട്ടെ. റൂമും ഇല്ല, നമുക്ക് സിറ്റിയിലോട്ടുള്ള റൂം ബുക്ക് ചെയ്താലോ? അല്ല, നിങ്ങൾ ഗുളിക കുടിച്ചിനാ? ദാ ഗുളിക കുടിക്കേ, ഗുളിക. എങ്ങനെയുണ്ട്? ഇണക്കിളികളാ ഓല് കുറുകട്ടെ, ഇനി വെള്ളറിയ നിക്കല്ല. ഇനിയിപ്പോൾ നിങ്ങൾ താലിയും മോതിരം വാങ്ങിക്കൊടുത്തില്ലെങ്കിലും ഈ അടിച്ച സ്ഥാനത്തിൻ്റെ പൈസയെങ്കിലും കൊടുക്കണം അല്ലയാ. ഞാൻ ഒരു മാങ്ങാണ്ടി ഉൾപ്പെടാ, മാങ്ങാണ്ടി. ഏട്ടാ കിടക്കണ്ടേ? കരുതണ്ടോല്ലാം കരുതിയതേ. ഇനി എന്നെന്ത് കരുതാനാ? ഓൻ്റെ ഒരു കാവന് എന്തോ കിട്ടോ കിടക്കും ഒരു കിടക്കാൻ പോയിണ്ട് ഇവിടെ. പോയും പോയില്ലേ. എന്താ അത്? ആ ആൾക്കറിയാം. ഹലോ, ഇതെന്താ? അത് എന്താ അത്? നാട്ടിലെ ആചാരാണെന്ന്. നല്ലതല്ലേ എന്നും രാവിലെ ഇങ്ങനെയൊക്കെ? ആചാരം കൊള്ളാം. ഇങ്ങനത്തെ ഒരു ഇടങ്ങാറുണ്ട് നേരത്തെ പറയണേ. ചൊല്ല പറടാ. ഒരു കളി മനുഷ്യന്മാർ ഓർക്കാൻ പോക്കാനായിട്ട്. മോളെ എന്നീ കേൾക്കുന്നേ? അത് ഓരോ നാട്ടിലെ പ്രാർത്ഥന പോലും നിങ്ങളും കേട്ടുക. എന്താല്ലേ? ആ, ഈ തുണിയൊന്നും വേറെ വാങ്ങിയില്ലല്ലോ. മോളെ, അത്യാവശ്യം വേണ്ടത് ബ്രിഗേഷിന്റെ കൂടെ പോയി വാങ്ങിക്കാം കേട്ടാ. ഇന്നലെ തിരക്കിന്റെ ഇടയിൽ എടുത്തി കാര്യം പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ?
ഇന്ന് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മക്കില്ലേ ഇന്ന് അങ്ങോട്ട് പോവാം. ആ, എനിക്ക് വേണം. ഓള് കഴുത്തിലും കാതിലും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയൊന്ന് പുറത്തേക്ക് പോവാ? നീ എന്റെ ചെയിന് ഒരു ഓക്ക് കൊടുത്താളേ. അത് വേണം അമ്മ. വേണം. ഓളെ സ്വർണ്ണം എല്ലാം പൊരയിൽ വച്ചിട്ടല്ലേ വന്നിക്കുണ്ടാവുക. അതുകൊണ്ട് നീ അത് ഒരു ഓക്ക് കൊടുത്താളേ. അതിന് പണക്കന്മാരെ അതെടുത്ത് വരുമ്പോഴേക്ക് കുറെ കാലാവൂലേ? ആ അതൊന്നുമില്ല. ഓ, അതുകൊണ്ട് നീ ഇപ്പം ആ ചെയിന് ഒരു ഓക്ക് കൊടുത്താളേ. എടുത്തി എന്നാ മാല. வேணாம், நீங்களே வச்சுக்கோங்க, நான் அது போட மாட்டேன். അയ്യോ വേണ്ടി വരും. അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ടല്ല. പോയേ പാട്. എന്നാലും നമ്മളെ സെക്രട്ടറി വനിജ ഓൾ ഉഷാർ തന്നെയാട്ടാ. ഓളൊരാണെന്നെയാ. ഓളെ ഒറ്റയ്ക്കെന്നെല്ലാം ചെയ്യിപ്പിച്ചില്ലടോ. നമ്മുടെ ബ്രിഗേഷിന് എങ്ങനെ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയേ? നമ്മുടെ കോളനിയിൽ ഏറ്റവും സുന്ദരി നമ്മുടെ ജിഷയല്ലേനോ? എല്ലാരും പറയുന്നുണ്ട് ഓളെ ബേക്കൊന്ന് കാണണം. എൻ്റെ അമ്മോ, അതല്ല ഓളെ മുടിയേ മുടി. നമ്മുടെ നാട്ടിൽ എത്ര ആമ്പിള്ളേരുണ്ടെന്നാ. സർക്കാർ ഉദ്യോഗമില്ലായിട്ട് പെണ്ണിട്ടാണ്ട് ചേക്കന് കിട്ടിയ പെണ്ണെന്ത് ചന്ത അല്ലേ ജിഷേ? ആ എനിക്കറിയില്ല. ഇതിപ്പോ കൊടുവാത്തി എനിക്ക് ആപ്പത്തി കിട്ടിയ വിലയായിപ്പോയി. ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടേനു? ഓള് പറഞ്ഞത് എനിക്ക് തിരിഞ്ഞിക്ക. ചേച്ചിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടാ. ഓ അല്ല കവിത, ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് അതിന്റെ ആങ്ങളെ ലോകം മുഴുവൻ പെണ്ണ് കാണാൻ പോയെ. എത്ര പൈസ അവൻ കൊടുക്ക് കൊണ്ടുപോയി കളഞ്ഞേ. അതന്നെ അതന്നെ. ബബിതേ, ആടെ കുത്തി തിരിഞ്ഞ് കട്ടിങ് പോരി. ആ അയാള് പോന്നെ. ബൈ. ഇതെന്താ ഇത് കൊട്ടിക്കില്ലേ? ആ അത് നമ്മള് പറഞ്ഞ് ബ്രിഗേഷിന് പിടിച്ചേക്കില്ല. നമുക്ക് അത്ര ദിവസം ഉണ്ടാവില്ല, നോക്കാലോ. ചേച്ചി ഇതിനെത്രയാ? അടിയിരുന്നു. ഇതിന് 998. ഇത് മുന്താണിയാണ്. ഇതിന് ബ്ലൗസ് പീസ്. ഇതേ നമ്മളെ ആൾക്കാരാ നല്ല നോക്കി കൊടുക്കണേ. ഇതിലേതാടാ നല്ലതല്ലാത്തത്? എന്തിനു ചേച്ചി ആ പിങ്ക് ഒന്ന് എടുക്കോ? മുളക് പോലെ. ഒന്ന് അപ്പുറത്തേക്ക് വന്നേ. ചേച്ചി ഒരു മിനിറ്റ്. ഓക്കെ. ഡിസ്കൗണ്ട് ആക്കിക്കണേ. ഇതെന്തെല്ലാം വെള്ള കളർ എടുത്തു വെച്ചേ? எனக்கு இதுதான் பிடிக்கும். അത് പറ്റൂല. പൈസയും കൊടുത്ത് എല്ലാം വെള്ള കളർ എടുത്തൊക്കെ നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടാ? എനിക്കിത് പോതും. അതെങ്കിൽ അത്. ചേച്ചി ഇതിന് പറ്റിയൊരു സ്കേർട്ട് എടുത്തേ. റെഗുലർ പോരെ? ആ മതി. ചേച്ചി ആ ബ്രായും കൂടി എടുത്തോട്ടാ. ഏതാ സൈസ് വേണ്ടത്? தெரியாது. പാഡ് ഉള്ളത് വേണം. ഇതൊന്ന് നോക്കിയേ. ചേച്ചി 32 മതിയാവും. എടുത്തി തമിഴാ. எதுக்கு இதெல்லாம்? இதெல்லாம் எனக்கு வேணாம். അതെന്തെങ്കിലൊന്നും കാണാത്ത പോലെ ചോദിക്കുന്നു. எங்க ஊர்ல வேற மாதிரி சேலை கட்டும். ഇത് കൊല്ലം 2022 ഷഡ്ഡിമേലും റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. നിങ്ങൾ ഇപ്പോഴും ചേല പറ്റല? വാ ചേച്ചി അതിലൊന്നും എടുത്തു വെച്ചേ. തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ നിങ്ങളെ വീട്. എന്തൊക്കെ ആചാരങ്ങളല്ലേ. ഇതിലോക്കിടാ എടുത്തി. എന്ത് പറ്റിയേ? அதெல்லாம் நான் சாப்பிட்றதில்ல. അത്രയുള്ളോ? എന്നാ ഏട്ടന് കുറെ പൈസ ലാഭിക്കാലോ. എന്താ ഓള് ചിക്കൻ നിന്നാത്ത കാര്യം എനിക്ക് അറിഞ്ഞുവിടാനോ? അതിന് ഞാളെ ഒരുമിച്ച് ചിക്കൻ കഴിച്ചിട്ടില്ലല്ലോ. 1.5 കൊല്ലം കോയമ്പത്തൂർ ഞങ്ങളോട് ഒരുമിച്ചാന്നല്ലേ പറഞ്ഞേ? അതിന് 6-7 മാസമല്ലേ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. എൻ്റെ അളിയ ബാക്കിയൊക്കെ വാട്സാപ്പിനകത്തുള്ള കളിയല്ലായിരുന്നു. വാട്സാപ്പിൽ എന്ത് കളി? ഉള്ളി കച്ചവടം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സാപ്പിടുങ്ങ. ആ മതവേട്ട് നിങ്ങളെവിടെയാണ് തീവണ്ടി ഓടിച്ചോണ്ട് പോന്ന്? ഓഹോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നേരിക്കൂലേ? അല്ല, ഉച്ചപ്പട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിക്ക്.
ഈ 5 എണ്ണത്തിന്റെ കെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂലേ മാധവേട്ടാ? പെങ്ങന്മാരിങ്ങനെ ഉപ്പിലിട്ട് വെച്ചങ്ങള് കളക്ടർ വരി പൊക്കട്ടെ. നല്ല പോസ്റ്റർ അല്ലേ? എടുത്തി വേം വാ. സിനിമ ഫോണിലെ തുടങ്ങിയിട്ടാ. ഓ, ഇപ്പൊ തുടങ്ങിക്കാവുള്ളൂ. നീ ഫസ്റ്റ് പോള്. പോരാട്ടത്തിന്റെ മണി മുഴങ്ങിക്കഴിഞ്ഞു. കോബ്ര സ്റ്റെപ്പുമായി രാജേഷ് പമ്പിനെ പാട്ടിലാക്കാൻ ചെയ്യാം. വീറിന്റെ വാശിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. മിന്നൽ വേഗത്തിലാവും അടിയും തിരിച്ചടിയും. ഓതിരം, കടകൻ, മറുകൻ. സുമംഗല എന്തെന്നാ? സുമംഗല രാജ്ഭവന്റെ രാജാങ്കണത്തിൽ സുമം എന്തെന്നാ പ്രശ്നം? ഒന്നുമില്ല. എടുത്തി നിങ്ങൾ സിനിമയും കാണില്ലേ? നിങ്ങൾ നാട്ടിലിനി അതുമില്ല? ദയവ് സെഞ്ച് എന്നെ കൊഞ്ചം വിടുறீங்களா? എന്തേട്ടാ ഇത്? ഇവരിത് ഏത് ലോകത്തുനിന്ന് വരുന്നേ? ഓള് സിനിമ കാണലെല്ലാം ഉണ്ട്. വന്നിക്കല്ലേ ഉള്ളൂ. സെറ്റ് ആവട്ടെ. എന്നാ പിന്നെ നിങ്ങൾ പുറത്തിരുന്ന് സെറ്റാക്ക്. എനിക്ക് സിനിമ കാണണം. ആ സിനിമ കഴിഞ്ഞിട്ടുണ്ടോ? ഞാള് പുരയിലേക്ക് പോവേ. ആ അടങ്ങി പോ. സുമംഗല ഓര് പോയി. ബ്രിഗേഷ് ശരിക്കോളെ പ്രേമിച്ചിട്ടുണ്ടെന്ന് തന്നെയാ അങ്ങനെ നല്ലോണം പറയുന്നത്. ഇന്റെ ആങ്ങളില്ലേ സാധനം. നടത്തുന്ന നിങ്ങളപ്പറല്ലേ? ഓക്ക് എന്തോ ഒരു എരിഞ്ഞോരെ തിരിയാത്ത കളിയുണ്ട് കേട്ടാ. സിനിമ ടാക്കീസ് കണ്ടിക്കില്ല പോലും. ചിക്കൻ കാണുമ്പോൾ ഛർദിക്കാൻ മുട്ടല്. വെജിറ്റേറിയൻ ആയാലെന്തേ ചിക്കൻ കാണുമ്പോൾ ഛർദിക്കണം. ഓല് വെള്ളസാരിയ പോലും ഉടുക്കല്. പിന്നില്ലേ ബ്രേസറിന് പോലെ കച്ച പോലും കെട്ടല്. ഓക്കോളെ ഷഡ്ഡിയുടെ സൈസ് പോലും അറിയില്ലാന്ന്. അതല്ല, തുണിക്കടയിൽ പോയപ്പോ ഓള് പോലെ ഓക്കി ഇതൊന്നും ശീലമില്ലാന്ന്. ചവിട്ട് സൂപ്പർ. എന്താ എന്ത് പറ്റിയതാ? ഒന്നുമില്ല, ഒന്ന് സ്ലിപ്പായതാ. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ പൈസ അടക്കുന്നത്. അല്ലാണ്ട് നാട്ടിൽ പണിക്ക് പോലത്തെ പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനൊന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല. അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ? നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന കൂട്ടിക്കോളി. ബ്രിഗേഷിന്റെ ഉറപ്പ് കൊടുക്കല്ലേ ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നുള്ള നേരി തന്നെയാ. ഓൻ 5ന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കാഴ്ചക്ക് ഞാൻ കുടുംബശ്രീ പൈസ അടക്കുന്നില്ലേ. വനജച്ചിന്റെ പിള്ളേരൊന്നും ഇതുവരെ പലിശയും കൂടെ അടച്ചിക്കില്ല. അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും പൈസയില്ല. യശോദേ, ഇനി അങ്കമാടി ആയല്ലേ. ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കമാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ്. ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ പേരെ പോയി ഭീഷണിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ പിള്ളേരല്ലേ. ഓരോന്നല്ലെങ്കിൽ നാളെ തിരിച്ചടക്കൂടൂ. അടക്കും. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാല. നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു രീതിയും ഉണ്ട്. അതന്നെ. എല്ലാവരും നിർത്തിക്കളാ മതി. ആ കുട്ടി കണ്ടാ മോശാ. ഓള് കണ്ടാലെന്താ? എന്നായാലും ഓള് ഇതൊക്കെ കണ്ടല്ലേ. ഇതാ പുതുപ്പെണ്ണ് വാവ നോക്ക്. മീറ്റിങ്ങിന് വഴക്കൂടുന്ന ഒരു ശീലാക്കിയില്ലേ? വാങ്ങ വാങ്ങ വാങ്ങ. എന്താ പവിത ഓക്ക് കൊടുക്ക്. ഓരോന്ന് പറഞ്ഞ് അടികൂടാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗാണ് വെക്കുന്നത്. അതിവിടെ സ്ഥിരമുള്ളതാ. കൊണ്ടോ നമുക്ക് അമ്മയുടെ അടുത്ത് പോവാ. വാ എനിക്കിതാദ്യം എന്നോട് പറഞ്ഞുകൂടായിരുന്നാ? ഞാൻ ഈ നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോവാളിയാ. ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഇനി നാട്ടിൽ നിന്ന് എവിടെയും പോവുകയും വേണ്ട,
ഓളെവിടെയും പോയില്ല. ഒരു വഴിയുണ്ട്. അളിയൻ നേരെ ഉള്ള കാര്യം പറയും. എടാ അതല്ല വഴി. എടാ അല്പബുദ്ധി കൂമ്പേ, ഡാ ഇങ്ങോട്ട് നോക്ക്. നീ ഓളെ പ്രേമിക്കണം, പ്രേമിച്ച് വളക്കണം. അതിന്റെ വഴി. എന്നെ വിഷം കുടിപ്പിച്ച് കിടത്തിയത് പോരായിട്ടല്ലേ? 10 പൈസേന്റെ ബോധമില്ലാത്ത ആ സുലുവിനെ പോലും വളക്കാൻ എന്നെ കൊണ്ട് പറ്റിക്കില്ല. ആള് വേറെയാ. വാമിപ്പെണ്ണ്. അത് സുലു. ഇത് ഇന്റെ പൊരയില് ഇന്റെ കാട്ടുമു കിടക്കുന്ന പെണ്ണ്. ഈ പെണ്ണിനെ വളക്കാൻ പറ്റിയെങ്കിൽ ഇനി എന്തിനാണ് ആണായിട്ട് നടക്കുന്നത്? അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് വലിച്ചിട്ട് ഉള്ളിലുള്ള സകല കാമുകന്മാരും സടവുടഞ്ഞിരുന്നേക്കും.